അടുത്ത ചോദ്യം, വിധി എന്ന് ഒന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാൻ എന്തു ചെയ്യണം? വിധി എന്നൊന്നുണ്ട്. വിധിയെയാണ് നമ്മൾ ശാസ്ത്രീയ ഭാഷയിൽ പ്രാരബ്ധകർമ്മം എന്ന് പറയുന്നത്. പ്രാരബ്ധകർമ്മം നമ്മുടെ ശരീരം ആരംഭിക്കുന്ന കർമ്മം, അതായത് ശരീരം ഉണ്ടാകുന്നത് മുതൽ, ഗർഭത്തിൽ വന്ന് ശരീരം ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള അന്തിമ ശ്വാസം വരെയുള്ള ആ കാലാംശത്തിൽ, ആ ആയുസ്സിൽ മുഴുവൻ പ്രവർത്തിക്കുന്ന, ആ ആയുസ്സിനെ മുഴുവൻ നിയന്ത്രിച്ച് ഏത് ദേശത്ത്, ഏത് കാലത്ത്, ഏത് കുടുംബത്തിൽ, എങ്ങനെയൊക്കെ എവിടെ ജീവിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന, അങ്ങനെ നിയമിക്കുന്ന ആ കർമ്മത്തെയാണ് പ്രാരബ്ധകർമ്മം എന്ന് പറയുക. ഇത് മനുഷ്യന് മാത്രമല്ല, ഈ ഭൂലോകത്തിൽ ജനിക്കുന്ന എല്ലാ ജീവികൾക്കും ഈ പ്രാരബ്ധകർമ്മമുണ്ട്. അപ്പോൾ ആ കർമ്മത്തിൻ്റെ പേരിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ ആരംഭിക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. അപ്പോൾ ജീവിതത്തെ തുടങ്ങിയത്, ജീവിതത്തെ അവസാനിപ്പിക്കുന്നത്. അപ്പം ഈ കർമ്മവിധിയെയാണ് നമ്മൾ വിധി വിധി എന്നും പ്രാരബ്ധമെന്നും തലയിലെഴുത്ത് എന്നൊക്കെ മലയാളത്തിൽ പറയുക. അപ്പം ഇത് സ്വതന്ത്രമായിട്ട് അങ്ങനെ പ്രവർത്തിക്കുന്നതാണ്. ഇതിനെ ശരിക്ക് ആർക്കും തടയാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പം അതിൽ ഈ വിധി അനുസരിച്ച് നമുക്ക് വരുന്ന സന്ദർഭങ്ങളുണ്ട്, ജീവിത സന്ദർഭങ്ങൾ, ജീവിതത്തിലെ അവസരങ്ങൾ, ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ടത് ഒക്കെ ഈ വിധി അനുസരിച്ചാണ് വരിക. ഇതിൽ ഒരു വിധിയുള്ളത്, ഇതിന് പുറത്തു വരാനുള്ള ഒരു വഴിയുള്ളത്, ഇതിലെ വലിയ ചില പാപങ്ങളോ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് തിരിച്ചറിഞ്ഞ് അതിനൊരു പ്രായശ്ചിത്തം ചെയ്യാം. സാധാരണ നമ്മൾ പ്രായശ്ചിത്തം ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പ്രായശ്ചിത്തത്തിന് ചില കർമ്മങ്ങൾക്ക് അങ്ങനെ പ്രായശ്ചിത്തത്തിൻ്റെ വഴി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വഴി പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്താൽ ഒരല്പകാല ശമനമുണ്ടാകും. പൂർണ്ണമായിട്ടും ആ കർമ്മത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല, പക്ഷേ അതിനൊരു ശമനമുണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു രോഗം വരാനുള്ള കർമ്മമുണ്ട് എന്ന് വയ്ക്കുക. ഒരു വലിയ രോഗം വരാനുള്ള കർമ്മമുണ്ട്. അതിന് നമ്മളൊരു പ്രായശ്ചിത്തം ചെയ്താൽ ആ രോഗം വരും, പക്ഷേ ആ രോഗത്തിന് കുറച്ച് ശമനമുണ്ടാകും. അത് സഹിക്കാനുള്ള ശക്തി നമുക്കുണ്ടാകും. അതിന് പ്രതിവിധിയായിട്ടുള്ള, അതിനെ രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കുന്നതായിട്ടുള്ള മരുന്നൊക്കെ കിട്ടുന്ന ഒരവസരം നമുക്കുണ്ടാകും. നമ്മളെ ആ രോഗിയായിരിക്കുന്ന സമയത്ത് സേവിക്കാനും പരിചരിക്കാനും ഒക്കെ ആൾക്കാരുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള കുറേ മാറ്റങ്ങൾ അതുകൊണ്ടുണ്ടാകും. പ്രായശ്ചിത്തം കൊണ്ട് അത് മുഴുവൻ ഇല്ലാതെ പോകും എന്ന് പറയേണ്ടതില്ല, എന്നാൽ അതിനൊരു ശമനം വരും എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് വിധിയുണ്ട്. ഇനി ഈ വിധിയെ മറികടക്കുന്ന അവസാനത്തെ എന്താണ് കർമ്മമെന്ന് ചോദിച്ചാൽ, പ്രാരബ്ധ കർമ്മം ചെയ്തു തന്നെ അവസാനിക്കും, അനുഭവിച്ച് തന്നെ അവസാനിക്കും. ചെയ്തതാണ്, അതിൻ്റെ ഫലമാണ്, അത് അനുഭവിക്കുക വേണം. പക്ഷേ ഈ ജന്മത്ത് നമുക്ക് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ, നമ്മുടെ പുരുഷാർത്ഥം കൊണ്ട്, നമ്മുടെ സ്വപ്രയത്നം കൊണ്ട് പ്രാരബ്ധം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ മറ്റ് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ ഈ വിധിയുടെ പ്രാരബ്ധത്തിൻ്റെ അനുഭവത്തോടു കൂടി തന്നെ നമുക്ക് സുഖമായിട്ട് അങ്ങനെ ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു അവസരമുണ്ടാകും. അതായത് നല്ല പുണ്യകർമ്മങ്ങളും നല്ല കർമ്മങ്ങളും ഒക്കെ അതിനോടൊപ്പം തന്നെ ചെയ്യാം. അപ്പം ഇതിൽ വരുന്നൊരു വലിയ ചോദ്യം, ഈ പ്രാരബ്ധവും നമ്മുടെ പ്രയത്നവും എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ബുദ്ധി പ്രവർത്തിച്ച്, നമുക്ക് നമ്മുടെ രീതിയിൽ പ്ലാൻ ചെയ്ത് നമ്മുടെ ബുദ്ധി കൊണ്ട് പ്രവർത്തിപ്പിച്ച് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ, നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ ബുദ്ധി പ്രവർത്തിക്കുന്ന തലം വരെ നമ്മുടെ പുരുഷാർത്ഥം പ്രവർത്തിക്കും. പക്ഷേ ആ അങ്ങനെ ചെയ്യുമ്പോഴും ചിലത് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് വരികയും, നമ്മൾ എത്ര ബുദ്ധി കൊണ്ട് പ്രവർത്തിപ്പിക്കുമ്പോഴും ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോഴും അതൊന്നും ഫലവത്താകാതെയും വരികയാണെങ്കിൽ അത് നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്താണ്,
നമ്മുടെ ചിന്തയ്ക്കപ്പുറത്താണ്, നമ്മുടെ പ്രതിവിധികൾക്കപ്പുറത്താണ്. അപ്പോൾ നമുക്കതിനെ തടയാൻ കഴിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ അതിനെ നമുക്ക് വ്യക്തമായിട്ടും പ്രാരബ്ധമായിട്ട് കണക്കാക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഇച്ഛയും മനസ്സും ഒക്കെ പ്രവർത്തിക്കുന്ന തലം വരെ പുരുഷാർത്ഥത്തിൻ്റെ പ്രവൃത്തി ഉണ്ടെന്നും അതിനപ്പുറത്ത് പ്രവർത്തിക്കുന്നത് പ്രാരബ്ധ കർമ്മവുമാണ്. വ്യക്തമായി പറഞ്ഞാൽ ഇപ്പം നമ്മൾ എവിടെ ജനിക്കുന്നു, ഏതൊരു കുടുംബത്തിൽ വന്ന് ജനിക്കുന്നു, ആ കുടുംബത്തിലെ അച്ഛനമ്മമാരും അവിടുത്തെ സൗകര്യങ്ങളും ഇതൊന്നും നമ്മുടെ ബുദ്ധി കൊണ്ട് ചെയ്തതല്ല. നമ്മൾ അവിടെ വന്ന് ജനിച്ചു, നമുക്ക് അവിടെ ജനിക്കേണ്ടി വന്നു. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ഇവിടെ ജനിക്കാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്, അല്ലെങ്കിൽ ഇവിടെ വന്ന് ജനിച്ചതല്ലേ എൻ്റെ മഹാഭാഗ്യം എന്ന് രണ്ട് രീതിയിലും ആൾക്കാർ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്തായതുകൊണ്ട് അത് നമ്മുടെ പൂർവകൃത കർമ്മത്തിൻ്റെ ഫലമായിട്ട് പറയണം. അങ്ങനെ പറയാൻ കാരണം ഒന്നും ആകസ്മികമായിട്ടുണ്ടാകുന്നില്ല. ഒരു കാരണമില്ലാതെ ഒരു കാര്യമുണ്ടാവില്ല. ഒരു കോസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു പ്രൊഡക്റ്റ് ഉള്ളൂ. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ, ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അതിന് തക്കതായിട്ടുള്ള ഒരു കാരണമുണ്ടാകും. കാരണമില്ലാതെ കാര്യമുണ്ടാകും എന്ന് ചിന്തിച്ചാൽ എല്ലാം എല്ലായിടത്തും ഉണ്ടാകും എന്നൊരു ആപത്തി വരും, എന്നൊരു ദോഷമുണ്ട്. അപ്പോൾ ആ ആപത്ത് വരാതിരിക്കാൻ ആണ് കാര്യകാരണ പ്രക്രിയയെ, കോസ് ആൻഡ് എഫക്റ്റ് തിയറിയെ എല്ലാവരും അംഗീകരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ദുഃഖമുണ്ടാകണമെങ്കിൽ ആ ദുഃഖത്തിനും ഒരു ഹേതു ഉണ്ടാകും. അത് നമ്മുടെ പക്ഷത്തു നിന്നായിരിക്കാം, നമ്മുടെ നിമിത്ത സംബന്ധമായിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കാം. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് അറിയേണ്ട ഒരു വിഷയമാണ്. കർമ്മസിദ്ധാന്തമാണ് അതിൻ്റെ ആധാരം. അപ്പോൾ ഈ വിധിയുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെ പറയണം. അതിനെ ആത്യന്തികമായിട്ട് അതിജീവിക്കാൻ കഴിയുന്നത് ഈ ജന്മത്തിൽ നല്ല കർമ്മങ്ങളും നല്ല പ്രവൃത്തികളും ചെയ്ത് അതിന് ശമനം വരുത്താം എന്നതാണ് അതിന് അതിജീവിക്കൽ.